അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ അലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളെ, കണ്ണേറ് വലിയൊരു പ്രശ്നമാണ്. കണ്ണേറ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ അപകടത്തിൽപ്പെടുത്തും. ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മുഅത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു മാജ തൻ്റെ സുനനയിലൊക്കെ രേഖപ്പെടുത്തിയൊരു സംഭവമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബികളുമായി മക്കയിലേക്ക് യാത്ര തിരിച്ചു. കുറച്ച് ചെന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബും സ്വഹാബത്തും വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിരുന്നു. ആ സമയത്താണ് മഹാനായ സഹൽ ബിനു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹുവിനെ കുളിക്കണമെന്ന് തോന്നുകയും അദ്ദേഹം കുളിക്കാൻ വേണ്ടി തൻ്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുകയും ചെയ്തു. ഈ സമയത്ത് തൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന മഹാനായ ആമിർ ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരെ, സഹൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ സുന്ദരമായ ശരീരത്തിൻ്റെ ഭാഗം കണ്ടപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി പറഞ്ഞു, ഹോ, എന്തൊരു സുന്ദരമുള്ള സൗന്ദര്യമുള്ള ശരീരമാണ്, ഞാൻ ഇതുപോലെ ഇങ്ങനത്തെ ഒന്ന് കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അത് പറഞ്ഞു കഴിയേണ്ട താമസം സഹൽ റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി റസൂലുള്ളാഹിന്റെ അടുക്കലെത്തി. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, എന്തെങ്കിലും വല്ല അസ്വാഭാവികതയും കണ്ടിരുന്നോ? സഹൽ റളിയല്ലാഹു തആല അൻഹു കുളിക്കുന്ന സമയത്ത് ആരെങ്കിലും തൊട്ടടുത്തുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, ഉണ്ട്. മഹാനായ ആമിർ ബിൻ റബീഅ തൊട്ടടുത്തുണ്ടായിരുന്നു. അദ്ദേഹം തൊട്ടടുത്തുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂല് ഉടനെ തന്നെ ചോദിച്ചു, അല്ലയോ ആമിറെ, നീ നിൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു? കാരണം അത്രയ്ക്ക് മാരകമാണ് കണ്ണേർ എന്ന് പറയുന്നത്. ഉടനെ തന്നെ ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉളൂ എടുക്കാൻ പറയുകയും അദ്ദേഹത്തിൻ്റെ കയ്യും മുഖവും കാലുമൊക്കെ കഴുകിയ വെള്ളം കൊണ്ട് സഹൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മേലൊഴിക്കുകയും സഹൽ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കണ്ണേറ് സംഭവിക്കും എന്നുള്ള ആ ധാരണയോടുകൂടി തന്നെ വേണം നമ്മൾ പെരുമാറാനും അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനും. അപ്പോൾ അതിനുള്ള മുൻകരുതലുകൾ ആവശ്യമാണ്. 3 തരം കണ്ണേറുകളാണ് പ്രധാനമായും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതിലൊന്ന് ഐനുൽ ഹാസിദയാണ്, അസൂയയോടുകൂടിയുള്ള നോട്ടം. എന്ന് പറഞ്ഞാൽ, ഓ, ഓനിപ്പോൾ അതുണ്ടായല്ലോ എന്നൊരു തോന്നൽ. അത് ഒരു അസൂയപരമായിട്ടുള്ള നോട്ടാണ്. ആ നോട്ടത്തിൽ കണ്ണേറ് സംഭവിക്കും. അതേപോലെ തന്നെ അത്ഭുതത്തോടു കൂടിയുള്ള നോട്ടം. മഹാനായ ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹുവിനെ റബീഅ നോക്കിയ നോട്ടം റളിയല്ലാഹു അൻഹു, അതൊരിക്കലും അസൂയയുടെ നോട്ടല്ല. ആ നോട്ടം എന്ന് പറയുന്ന അത്ഭുതത്തിൻ്റെ നോട്ടാണ്. ഓ എന്ന് പറഞ്ഞാൽ ഒരു അത് വലിയ സംഭവമാണ്. അങ്ങനെ ഉണ്ടായാലും കണ്ണേറ് സംഭവിക്കും. മാത്രമല്ല ഐനുല്ലാമ, ശൈത്താനിയായ നോട്ടം. ഇങ്ങനെ 3 തരം നോട്ടമുണ്ട്. ഈ 3 തരം നോട്ടവും അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെയൊക്കെ സുന്ദരമായ ഫോട്ടോകൾ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ അത്ഭുതത്തോടു കൂടി നോക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്കൊരു അത്ഭുതം തോന്നിയാൽ പറയാൻ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചെന്ന വാക്കുകളുണ്ട്. മാഷാ അല്ലാഹ്, തബാറകല്ലാഹ്, ഉണ്ടോ, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഈ മബ്റൂക്ക് എന്ന് പറയുന്നൊരു സംഗതിയില്ല. മബ്റൂക്ക് എന്ന് പറയുന്നത് കേൾക്കുക ചില ആളുകൾ. മബ്റൂക്ക് എന്ന് പറയുന്നൊരു സംഗതിയില്ല. ബാറക്കല്ലാ എന്നുണ്ട്, തബാറക്കല്ലാ ഉണ്ട്, മാഷാ അല്ലാ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പറയാം. മബ്റൂക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുട്ടുകുത്തുക എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവമല്ല. അപ്പോൾ അതൊന്നും നമ്മൾ പറയരുത്. മബ്റൂക്ക് എന്നില്ല, ബാറക്കല്ലാ, മാഷാ അല്ലാ. ഇതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിന് സംതൃപ്തമായി തോന്നുന്നൊരു കാര്യം കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ കുട്ടികളെ നമ്മൾ നല്ല അണിയിച്ചൊരുക്കി പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവരുടെ തലയിലൊക്കെ ഒന്ന് കൈവച്ചുകൊണ്ട് ചൊല്ലിക്കൊടുക്കണം, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ എന്ന് നമ്മൾ അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ചൊല്ലിക്കൊടുക്കണം. അതേപോലെ തന്നെ അവരെ സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഉമ്മമാരെ അവരുടെ കയ്യിൽ വെച്ച് തലവെച്ചുകൊണ്ട് അത് ചൊല്ലിക്കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന കണ്ണേറിന് വേണ്ടി ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വാചകങ്ങളാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ
കണ്ണേറുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. കണ്ണേറിൻ്റെ ഫിത്നകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.